ഞാൻ കോഴിക്കോട് വെസ്റ്റിൽ ഇടവകയിൽ നിന്ന് സെൻറ്റ് മൈക്കിൾസ് ഇടവകയിൽ നിന്ന് വരികയാണ്. എൻ്റെ പേര് വിൻസെൻ്റ്. എനിക്ക് ഒരു സാക്ഷ്യം പറയാനുള്ളത് ബന്ധിഞ്ഞിനെ പറ്റിയിട്ടാണ്. ആ ബന്ധിഞ്ഞ എൻ്റെ ഭാര്യ എപ്പോഴും പറയും ബന്ധിഞ്ഞിട് എന്ന് പറയും. പക്ഷേ എനിക്ക് ബന്ധിഞ്ഞിടുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. എപ്പോഴും ബന്ധിഞ്ഞിട്ടാൽ തന്നെ ചൊറിച്ചിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇടാറില്ല. അങ്ങനെ ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞപ്പോൾ ഞാനത് എടുത്തിട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സംഘത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു സ്റ്റേജിൽ. അപ്പോൾ അങ്ങനെ ആ സ്റ്റേജിൽ കയറി ഞാൻ ഒരു ബാനർ കെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കറണ്ട് പോയി. അങ്ങനെ ഞാൻ സ്റ്റേജിൻ്റെ ലാസ്റ്റ് വന്ന് കാല് വെച്ചത് നേരെ താഴത്തോട്ടാണ്. പക്ഷേ എല്ലാവരും ഓടി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു കൈ എൻ്റെ നേരെ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ഞാൻ കിടക്കുമ്പോൾ. അപ്പോൾ എൻ്റെ സൈഡിൽ ഒരു ഭാഗത്ത് കല്ലുണ്ട്, ഒരു സൈഡിൽ കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുവിലാണ് ഞാൻ വീണത്. പക്ഷേ എല്ലാവരും പേടിച്ചു പോയി. ഭാര്യ വരെ ഓടി വന്നു. പക്ഷേ ഒരു കൈ എൻ്റെ അടുത്ത് വന്ന് ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നു. അത് മാതാവിൻ്റെ കൈയാണെന്ന് ഞാൻ വിചാരിച്ചു. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ കണ്ടോ. പക്ഷേ ബന്ധിഞ്ഞൻ്റെ സംരക്ഷണം ഞാൻ അപ്പോഴാണ് ഗൗരവമായിട്ട് എടുത്തത്. അപ്പോൾ അച്ഛനോട് നിന്ന് പറയാറുണ്ട് കുളിക്കുമ്പോൾ പോലും ഊരി വെക്കരുതെന്ന്. പക്ഷേ ഞാനത് ഊരി വെച്ചിട്ടാണ് കുളിക്കാറുള്ളത്. പക്ഷേ അതിനുശേഷം ഞാൻ പിന്നെ ബന്ധിഞ്ഞ അഴിക്കാറില്ല, ഊരി വെക്കാറില്ല, ഒന്നുമില്ല. എപ്പോഴും ഞാൻ ബന്ധിഞ്ഞിടും. അതിൽ എല്ലാവരോടും ഞാൻ പറയും ബന്ധിഞ്ഞിടുന്ന എല്ലാവരും ഞാൻ നിർബന്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ യൂട്യൂബിൽ ഇവിടുത്തെ അത്ഭുത ജപമാല കാണും. ഞാനൊരു ടൈലറാണ്. പക്ഷേ എൻ്റെ കടയിൽ തീരെ പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു വർഷത്തോളമായി. അപ്പോൾ ഞാൻ ഈ അത്ഭുത ജപമാല കാണാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ പണി എവിടെ നിന്നൊക്കെയോ പണി വരാൻ തുടങ്ങി. പിന്നെ എനിക്ക് എടുത്ത് കൊടുക്കാൻ കഴിയാത്ത അതേമാതിരിയുള്ള ഒരു പണിയാണ് എനിക്ക് വരുന്നത്. ഞാനും ഭാര്യയും പണി എടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് 2 ആൾക്ക് എടുത്താലും തീരാത്ത പണിയാണ്. ഞങ്ങൾ ആരും അറിയാത്ത ആൾക്കാരാണ്. ഞാൻ ആരും അറിയില്ല. അങ്ങനത്തെ ആൾക്കാരാണ് പണി കൊണ്ടുവന്ന് ഞങ്ങളെ ഇതാക്കുന്നത്. അപ്പോൾ അത്രയും വലിയ അനുഗ്രഹം ദൈവം ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഞാൻ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു വാഴ ഉണ്ടായിരുന്നു. വാഴ ഒരു 8 മാസം കൊണ്ട് കൊലയ്ക്കുന്ന പറഞ്ഞ വാഴയാണ്. പക്ഷേ ആ വാഴ വന്നപ്പോഴേക്കും പുഴുവിൻ്റെ ശല്യം വന്നു. അങ്ങനെ ദിവസം തോറും പുഴു വരുന്ന കൊലയ്ക്ക് അതിനെ കൂമ്പിനൊക്കെ പുഴു തിന്നായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉപ്പ് ദിവസവും കൊണ്ടിട്ട് ഉപ്പ് എറിഞ്ഞിടും മുകളിലേക്ക്. ആ ഉപ്പ് എറിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഒരു കൊല ഇതിന്ന് കണ്ട് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് ഞാൻ എപ്പോഴും മാതാവിനോട് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉപ്പിട്ട് അവസാനം ഇപ്പോൾ ഒരാഴ്ച മുന്നേ അതിന് നല്ലൊരു കൊല വന്നു. നല്ല വലിയ പഴമായിരുന്നു. ആ ഉപ്പിൻ്റെ ശക്തിയും ജപമാലയിൽ ഞാൻ ബ്ലസ് ചെയ്തിട്ട് പ്രാർത്ഥിക്കും. വിശ്വാസപ്രമാണം ചെല്ലും. ദിവസം രാവിലെ വിശ്വാസപ്രമാണം ചൊല്ലി 3 സ്ഥലത്ത് കുരിശും വരച്ച് അത്ഭുതജപമാല സാക്ഷ്യപ്പെടുത്തിയ അമ്മ ഞാൻ അടുത്ത് തന്നെ സാക്ഷ്യപ്പെടുത്തിയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അത് നല്ലൊരു കൊല വന്നു, നല്ല പഴമായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. നന്ദി പറയാം.